എല്ലാ കൂട്ടുകാർക്കും എഡ്യൂടെക്കീസിന്റെ പുതിയ രീതിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് അടക്കമുള്ള 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ്. ടിക്ടോക്ക് ഒഴിച്ച് ബാക്കി 59 എണ്ണത്തിൽ കൂടുതൽ പേര് ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഉള്ളതെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് പറയുന്നത്. ആ 59 എണ്ണത്തിൽ വരുന്നതാണ്. നമ്മൾ ഫയൽ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷെയറിറ്റ്, എക്സെൻഡർ പോലുള്ള ആപ്ലിക്കേഷനുകൾ വരുന്നുണ്ട്. പിന്നെ ബ്രൗസിങ് ആപ്ലിക്കേഷനായ യൂസി ബ്രൗസർ, ചൈനീസ് ആപ്ലിക്കേഷനാണ്, അത് ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ യൂസി വീഡിയോ, അങ്ങനെയുള്ള കുറച്ചൊന്ന് രണ്ട് ആപ്ലിക്കേഷനുകൾ ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിൽ പലരും ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാം സ്കാനർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ആ ക്യാം സ്കാനർ ഫോണിൽ ഫോട്ടോ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാം സ്കാനർ ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റർടൈൻമെന്റ് പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിഗോ, ഹാഗോ അങ്ങനെ തുടങ്ങിയ ആപ്ലിക്കേഷനുകളെല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഫയൽസ് സ്റ്റോർ ചെയ്യാനും ലോക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന വോൾട്ട്, അത് ചൈനീസ് ആപ്ലിക്കേഷനാണ്, അത് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടി ക്യാമറയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷനുകളും ഈ ഒരു 59 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. യുക്യാം, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിരോധിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ആപ്ലിക്കേഷനുകളാണ് നമ്മൾ കൂടുതൽ ഫെമിലിയറൈസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. 59 ആപ്ലിക്കേഷൻ ഞാൻ സ്ക്രീനിൽ ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറി പരിശോധിക്കാം. ഇത്രയും ആപ്ലിക്കേഷനുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഒന്ന് പാസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വീഡിയോയുമായി ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.